ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ അയൺ ഡെഫിഷ്യൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു കൂട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ രക്തം കുറയുമ്പോഴാണ് നമ്മുടെ ഹെയർ ലോസ് ആവുന്നതും അതുപോലെ സ്കിന്നൊക്കെ റിങ്കിൾ വരുന്നതൊക്കെ. അപ്പം അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു ആയുർവേദ കൂട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ പോണത്. നെല്ലിക്ക, നമ്മുടെ കറുത്ത ഡ്രൈ മുന്തിരിങ്ങ, അങ്ങനെ തന്നെ ഇഞ്ചി, പട്ട, ഹണി, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്നത്തെ കൂട്ട് തയ്യാറാക്കാൻ പോണത്. അപ്പം അതിനായിട്ടൊരു ചോപ്പർ എടുത്തിട്ട് അതിലേക്ക് ഒരു 4-5 കയ്പൻ നെല്ലിക്ക, നമ്മുടെ കാട്ടു നെല്ലിക്ക കട്ട് ചെയ്തത് അതിലേക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ഈ ചോപ്പർ നമ്മുടെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിൽ, ആമസോണിലൊക്കെ ഒരു 250 അകത്തേ ഇതിൻ്റെ റേഞ്ച് വരണുള്ളൂ. അപ്പം നന്നായിട്ട് ചോപ്പാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ചോപ്പാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യണത് ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ്. അത് ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നീട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ കറുത്ത മുന്തിരിങ്ങ, അതൊരു 50 ഗ്രാമോളം ഉണ്ട്. അതും കൂടി അതിൻ്റെ കൂട്ടത്തിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. നമ്മുടെ ഇഞ്ചിയും കറുത്ത മുന്തിരിങ്ങയും കൂടി, ഡ്രൈ ആയിട്ടുള്ള മുന്തിരിങ്ങയും കൂടി ഇതുപോലെ നന്നായി ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യണത് ഈ ചോപ്പാക്കിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒത്തൊന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ഇടുന്നത് നമ്മൾ നേരത്തെ ചോപ്പാക്കിയിട്ടുള്ള നമ്മുടെ കാട്ടുനെല്ലിക്ക. അപ്പോൾ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചിയും നമ്മുടെ കറുത്ത മുന്തിരിങ്ങ, ഡ്രൈ മുന്തിരിങ്ങയും കൂടി ക്രഷ് ചെയ്തതും കൂടി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചേർക്കണത് ഒരു വലിയ പീസ് പട്ട. അത് വളരെ ചെറുതായിട്ട് കൈകൊണ്ട് തന്നെ മുറിച്ചിട്ടാൽ മതിയാവും. അതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് മുറിച്ചിടണം. അതിനുശേഷം നമ്മുടെ ഫൈനൽ റെസിപ്പി ഹണിയും കൂടി ഒരു 50 ഗ്രാം ഹണിയാണ്. അതും കൂടി ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്കുള്ള അയൺ ഡെഫിഷ്യൻസി, അതുപോലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത്, ചില ഫുഡുകളൊക്കെ നമുക്ക് എത്ര കഴിച്ചാലും നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, പക്ഷേ രക്തത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അതുപോലെ ഗുളിക നമ്മൾ എടുക്കുന്നുണ്ട്, പക്ഷേ ഗുളിക കഴിച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് വീണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയും. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നുള്ള വൈറ്റമിൻസും പിന്നെ മിനറൽസും ബോഡി അബ്സോർബ് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ ഗുളികയൊക്കെ കഴിച്ച് നിർത്തുമ്പോഴത്തേക്ക് നമുക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത്. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾ ഡെയിലി ഒരു 3 നേരം ഉപയോഗിക്കുകയാണെങ്കിൽ ബോഡിയിൽ നല്ലൊരു അബ്സോർപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ ലെവലിലും നല്ലൊരു ചേഞ്ച് തന്നെ ഉണ്ടാവും. പിന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, പിന്നെ പൊട്ടാസ്യം, മഗ്നീഷ്യം, പിന്നെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മളിത് കഴിക്കുന്നതോടൊപ്പം നമ്മുടെ ബോഡിക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഹെൽത്തി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.